ശ്രീ ഉമേഷ് ബാബു KC, ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വരമാവുക എന്നത് പ്രധാനമാണല്ലോ. ഒരു സർക്കാരിനെ വിമർശിക്കാൻ നിരവധി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയം കൃത്യമായി ഉന്നയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ പ്രതിപക്ഷത്തേക്ക് എത്തുന്ന CPIM വിഴിഞ്ഞം വിഷയം ഒരു പ്രധാന വിഷയമായി കൊണ്ടുവരുന്നു. സഭയിൽ അത് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് നമ്മുടെ മുന്നിലുണ്ട്. അത് MSC കമ്പനിയുടെ മോണോപ്പൊളിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത്. അവിടെ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ അദ്ദേഹം തൃപ്തനാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നീട് പുറത്ത് വാർത്താ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്വരവും പ്രതികരണത്തിൻ്റെ രീതിയും മാറുകയാണ്. ഈ ഒരു ഡീല് നടന്നു എന്ന് സംശയിക്കുകയാണ്. പിന്നീട് ഉന്നയിച്ച കാര്യങ്ങൾ പല നേതാക്കളും അതിൽ നിന്ന് വ്യത്യസ്തമായി നടത്തിയ പ്രതികരണങ്ങൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ വിഴിഞ്ഞം എന്ന വിഷയം അത് വലിയ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച അവസാനം അത് കാറ്റുപോയ ബലൂൺ പോലെ ഇല്ലാതാകുന്നതാണോ ഇപ്പോൾ ഈ നിമിഷം കാണുന്നത്? അതാണല്ലോ ഇപ്പോൾ നേതാക്കളുടെ പരസ്പര വിരുദ്ധമായ പ്രതികരണം എന്ന രൂപത്തിൽ ഈ കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നേ ആയി വന്നിരിക്കുന്ന ഒരു വിഷയമായി വന്നിരിക്കുന്നത്. അല്ല, ഈ CPM-ന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പറയുന്നതിന്റെ പേരില് ഈ പറയുന്ന കഴിഞ്ഞ 20 കൊല്ലവും തെറികൾ കേട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനത് ശ്രദ്ധിക്കാറില്ല. കാരണം ലോകം നിങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത്, നിങ്ങൾ വളരെ സത്യസന്ധനാണെങ്കിൽ ലോകം നിങ്ങളെ എങ്ങനെയും നേരിട്ടുകൊള്ളട്ടെ എന്നുള്ളതാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു ശരിയായിട്ടുള്ള ഒരു 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 സാമൂഹ്യ സമീപനം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് CPM ഈ വഴിക്കാ പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തർക്കമില്ല. കാരണം CPM ഈ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് ഉണ്ടായിത്തീരേണ്ട ഒരു മൗലികമായ ഒരു സ്വഭാവം എന്താ ചോദിച്ചാൽ തോൽക്കാനുള്ള ഒരു സന്നദ്ധതയാണ്. തോൽക്കാനുള്ള സാധ്യതയെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ ഉണ്ടാവണം ഒരു പാർട്ടിക്ക്. CPM-ന് ഇന്ത്യയിൽ മുഴുവൻ അത് നശിച്ചിരിക്കുന്നതിന്റെ പിറകിലുള്ള കാര്യം എന്താ ചോദിച്ചാൽ അവർക്ക് തോൽക്കാനുള്ള ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോൽക്കാനുള്ള സന്നദ്ധതയില്ല. 2000 ബംഗാളിൽ നമുക്കറിയാലോ, 34 വർഷം കഴിഞ്ഞിട്ട് തോറ്റപ്പോ എന്താ ഉണ്ടായത്? തോറ്റപ്പോ ഈ തോൽവി എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് ആ പാർട്ടിക്ക് അറിയില്ല. അതിന്റെ ബംഗാൾ നേതൃത്വത്തിന് അറിയാത്തത് പോട്ടെ, അതിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അറിയില്ല. എന്താ കാര്യം? അതിന് അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഈ കഴിഞ്ഞ ഒരു 25 കൊല്ലമായിട്ടില്ല. ഇപ്പോഴുള്ള അഖിലേന്ത്യാ നേതൃത്വം എന്നൊക്കെ പറയുന്നത് ഈ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ CPM ഘടകങ്ങളിൽ നിന്ന് ചെലവിന് വാങ്ങിച്ച് ജീവിക്കുന്ന സുഖിയന്മാരുടെ ഒരു കൂട്ടമാണ്. ഞാനിത് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല, ഒരു വസ്തുതയായിട്ട് ഉന്നയിക്കുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ഇപ്പൊ ഈ ചെറിയ സമയത്ത് സാധ്യമല്ല. വേണമെങ്കിൽ നമുക്ക് അത് ചർച്ച ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അധികാരമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പണം വാങ്ങിച്ച് സുഖകരമായി ജീവിക്കുന്ന ഒരു സംഘം കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് ഡൽഹിയിൽ CPM-ന്റെ നേതാക്കന്മാരായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെനിക്ക് പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് വളരെ ഉത്തരവാദിത്തോട് പറയുന്ന കാര്യമാണ്. അപ്പൊ അവർക്ക് അവരും ഈ തോൽവിയെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല. ബംഗാളിൽ തോറ്റപ്പോ ശിഥിലമായി പോവുക ചെയ്തത് CPM. ശിഥിലമായി 34 വർഷം ഭരിച്ച പാർട്ടി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിനാണ് ഈ പാർട്ടി അംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ കഴിഞ്ഞ 15 വർഷത്തെ സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇത് തന്നെയാണ് കേരളത്തിന്റെയും പ്രശ്നം. കേരളത്തിൽ വെച്ചാൽ ഇതിനെ ഒരു ബംഗാൾ സിൻഡ്രോം എന്ന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങ് ജയിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് ഈ CPM വിചാരിക്കുന്നത്, അതിന്റെ നേതാക്കന്മാർ വിചാരിക്കുന്നത്. 2016 ജയിച്ചതിന്റെ കഥയൊക്കെ നമുക്ക് 2016 പിണറായി വിജയനാണോ ജയിച്ചത്? അതെങ്കിലും മനസ്സിലാവേണ്ടേ ഈ പാർട്ടിക്ക്. VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടിലധികം കാലത്തെ നമ്മൾ കണ്ടിട്ടുള്ള കേരള രാഷ്ട്രീയത്തെ വളരെ ക്ലോസ് ആയിട്ട് നോക്കുന്ന ആളുകളുടെ മുമ്പിൽ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ടിനിടയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് VS അച്യുതാനന്ദനാണ്. 96 അദ്ദേഹം ഈ മാരാരിക്കുളത്ത് തോറ്റിട്ട് പോലും അദ്ദേഹം മടങ്ങി വന്ന വരവ് നമ്മൾ കണ്ടതാണ്. അതാണ് CPM-കാർക്ക് പഠിക്കാൻ ഒരു പാഠം അതാണെന്നാ ഞാൻ പറയാ. ഈ മണ്ടന്മാരായിട്ടുള്ള CPM നേതാക്കന്മാർക്ക് എനിക്ക് അവരെ കുറിച്ച് അതിനപ്പുറം ഒരു മതിപ്പുമില്ല. ഈ മണ്ടന്മാർക്ക് പഠിക്കാനുള്ള ഒരു വലിയ ഉദാഹരണം VS അച്യുതാനന്ദന്റെ ജീവിതമാണ്. 96-ൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി മത്സരിച്ചിട്ട് സ്വന്തം പാർട്ടി ജയിക്കുകയും മുന്നണി ജയിക്കുകയും താൻ തോൽക്കുകയും ചെയ്ത സ്ഥലത്ത് നിന്ന് അച്യുതാനന്ദൻ മടങ്ങി വന്നൊരു വരവുണ്ട് കേരള രാഷ്ട്രീയത്തിലേക്ക്. എങ്ങനെയാണ് അദ്ദേഹം മടങ്ങി വന്നത്? അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്നു, എനിക്കറിയാം, എനിക്ക് അദ്ദേഹത്തെ 87 കാലം മുതൽ അറിയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ. കുറച്ച് വൈകിയാണ് എനിക്ക് ഈ പറയുന്ന ഇപ്പോഴും ഇത് കൊണ്ടു നടക്കുന്ന പല കഥാപാത്രങ്ങളെയും അതിനൊക്കെ 70കളിൽ അറിയുന്നതാണ്. പക്ഷെ ഇദ്ദേഹത്തെ കുറച്ച് വൈകിയാണ് പരിചയപ്പെട്ടത്.
അദ്ദേഹം ജനപിന്തുണയിലാണ് മടങ്ങി വരുന്നത്. ജനങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് ജനാധിപത്യത്തിൽ മാത്രമല്ല, നിങ്ങൾ വിപ്ലവം ഉണ്ടാക്കാൻ പുറപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ വേണം. അപ്പൊ ജനങ്ങൾ എന്ന് പറയുന്നത് കടലാസിൽ എഴുതുന്ന, ഒരുപക്ഷെ ഞാനും നിങ്ങൾ ഈ ടെലിവിഷന്റെ പ്രേക്ഷകരായി കാണുന്നതല്ല. ജനങ്ങൾ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്, അതിനൊരു ചരിത്രമുണ്ട്, അതിനൊരു വർത്തമാനമുണ്ട്, അതിനൊരു ഭാവി ഉണ്ടാവുകയും ചെയ്യും. അതിനെ കൂട്ടിപ്പിടിച്ചിട്ടാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവരുടെ ഏറ്റവും ജനകീയമായ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങളുടെ മുഴുവൻ നേതാവായി തീരുകയാണ് VS ചെയ്യുന്നത്. അങ്ങനെ മടങ്ങി വന്നിട്ടാണ് അദ്ദേഹം 2006 തന്റെ പാർട്ടി, ഡൽഹി തമ്പുരന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സുഖമായി ജീവിക്കുന്ന ഡൽഹിയിലെ തമ്പുരന്മാർക്ക് അച്യുതാനന്ദൻ മത്സരിക്കണമെന്ന് തോന്നിയില്ല. കാരണം അച്യുതാനന്ദൻ വയസ്സനായി എന്നാണ് കണ്ടെത്തിയ കാര്യം. ഈ പറയുന്ന 2001, 2006 പ്രതിപക്ഷ നേതാവിനെ നമ്മളൊക്കെ കണ്ടതല്ലേ. സ്മൃതിയൊക്കെ അന്ന് പത്രക്കാരിയാണല്ലോ, അന്ന് മുതലേ നമ്മൾ സംസാരിക്കുന്നതാണ്. അപ്പോ അദ്ദേഹം ഈ പറയുന്ന ചെയ്ത പണികളൊക്കെ, എന്നിട്ട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി നിശ്ചയിച്ചു. പക്ഷെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി കേരളത്തിലെ മനുഷ്യര്. അതാണ് 20 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിങ്ങൾ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, നിങ്ങൾ ഒരു ലിബറൽ പാർട്ടി ആയിട്ട് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ജനങ്ങളുടെ പിന്തുണയിലാണ് തിരിച്ചു വരേണ്ടത്, ജനങ്ങളുടെ പ്രശ്നം എടുത്തിട്ടാണ്. പക്ഷേ അതിനുള്ള ശേഷി VSന്റെ ജീവിതത്തിൽ പഠിക്കാൻ കഴിയും. പിന്നെ VS മരിക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്, കേരളം ഒന്നിച്ചു കരഞ്ഞതാണ്. VSനോളം ജനപിന്തുണ, VSന്റെ സമീപത്തെത്താവുന്ന ജനപിന്തുണയുള്ള വേറൊരു നേതാവ് ഈ പറയുന്ന OC നാളുകളൊക്കെ വിളിച്ചിരുന്ന ഉമ്മൻചാണ്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെക്കാൾ കവിഞ്ഞ ജനപിന്തുണ ഉണ്ടായിരുന്നു VSന്. VSന്റെ മരണത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഞാൻ ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, അപ്പോ ഈ എങ്ങനെയാണ് ഒരു തോൽവിയെ നേരിടണമെന്ന് അറിയാത്തൊരു പാർട്ടിയാണ് ആ പാർട്ടി. ബംഗാളിലും ത്രിപുരയിലും ആ പാർട്ടിക്ക് സംഭവിച്ചത്, ആ പാർട്ടി ശിഥിലീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ഈ പ്രവണതയാണ് കേരളത്തിലെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എഴുതി വെച്ചോ. ഈ പ്രവണതയാണ് കേരള CPMന്റെ ഘടകത്തിൽ. തീർച്ചയായിട്ടും CPMന് വലിയ താല്പര്യമുള്ള അനവധി ആളുകൾ ഉണ്ടാകും. പക്ഷെ വസ്തുതകൾക്കും സത്യത്തിനും ബദലില്ല. അതുകൊണ്ടാണല്ലോ ജയിക്കും. കാരണം ഞാൻ സംസാരിച്ച CPMന്റെ ആളുകളൊക്കെ വോട്ട് കഴിഞ്ഞിട്ടും പറയുന്നത് ജയിക്കും എന്നാണ്. എന്തിന്റെ പേരില് എങ്ങനെ ജയിക്കാനാണ്? തങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ 5 വർഷം നിങ്ങൾക്ക് തോന്നണ്ടേ? ഒരു തരത്തിലുള്ള ആത്മപരിശോധനയില്ലാത്ത പാർട്ടിയും നേതാക്കന്മാരും അവർ തോറ്റപ്പോഴെന്താ ഉണ്ടാകുന്നത്? ഒരു ബംഗാൾ സിറ്റുവേഷൻ വരികയാണ് കേരളത്തിൽ. ഒരു സംശയമില്ല എനിക്ക്. പക്ഷേ ബംഗാൾ സിറ്റുവേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ ആത്യന്തികമായി വിജയിക്കുന്നത് BJP ആണ് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ പാർട്ടിക്ക് സർവൈവ് ചെയ്യാൻ കഴിയുക എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ. അതിൽ CPMനെ മാത്രം കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് അർത്ഥമുണ്ടോ? അപ്പോൾ ദേശീയ തലത്തിലെ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും പല വിഷയങ്ങളും ഉന്നയിക്കുന്ന CPM നേതാക്കളാണ്. അങ്ങീ പറയുന്നത് സുഖിമാന്മാരായി കഴിയുന്നു എന്ന് പറയുന്ന കേന്ദ്ര നേതൃത്വത്തെ അങ്ങനെ അടച്ച് ആ രൂപത്തിൽ ആക്ഷേപിക്കാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതി അങ്ങ് പറയുന്ന പോലെ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്തിനെ ഊറ്റി ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയൊരു സാമ്പത്തികമായ ഒരു ദാരിദ്ര്യാവസ്ഥ ഈ പാർട്ടിക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി അങ്ങേക്ക് അറിയാം. ഞാൻ പറയുന്നത്, നിങ്ങൾ BJPക്ക് വഴിവെട്ടുന്നത് എന്തുകൊണ്ടാണ്? തോൽക്കാനുള്ളൊരു സന്നദ്ധതയിൽ നിന്ന്. ഞാനതാണ് VSന്റെ ഉദാഹരണം പറഞ്ഞത്. തിരിച്ചു വരണം തീർച്ചയായിട്ടും കേരളത്തിലൊക്കെ ഈ പറയുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ്, UDFന്റെയും കോൺഗ്രസ് ഗവൺമെന്റും ഒക്കെ നിരവധിയായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും നമുക്കറിയാവുന്നതാണ്. നമുക്കറിയുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസും ഈ പറയുന്ന ഈ UDF എന്നൊക്കെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് ജനസമക്ഷം കൊണ്ടുവന്നിട്ട് അതൊരു ജനങ്ങൾക്കകത്ത് ഒരു പ്രശ്നമാക്കി തീർത്തിട്ട് അങ്ങനെ ഒരു ജനപിന്തുണയിൽ ഉയർന്നു വരണമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ 96 മുതൽ 2006 വരെ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു ഒറ്റ മനുഷ്യൻ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ശബ്ദമായി തീർന്നതെന്ന് പഠിച്ചാൽ മാത്രം മതി. പക്ഷേ അത് സാധിക്കുമോ? അവിടെയാണ് എന്റെ പ്രശ്നം. BJP വളരുന്നുണ്ട്, ബംഗാളിൽ വളർന്നു, ഇവിടെയും തീർച്ചയായിട്ടും BJP വളരുമ്പോ ഏത് സ്ഥലത്തു നിന്നാണ് BJPയിലേക്ക് ആള് പോവുക എന്നുള്ള കാര്യത്തിൽ KK രാഗേഷ് കഴിഞ്ഞ ആഴ്ച പരസ്യമായി പ്രസംഗിച്ചല്ലേ കഴിഞ്ഞ മാസം. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നാണ് CPM ഈ BJPയിലേക്ക് അങ്ങനെയുള്ള നേതാക്കന്മാര് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കണ്ണൂർ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഒരാൾ വന്നിരിക്കുന്നു, ഒരാൾ അവരോധിക്കപ്പെട്ടിരിക്കുന്നു. അയാളെ ഈ പാർട്ടി അണികൾക്കും ഈ പറയുന്ന താഴെത്തട്ട് നേതാക്കന്മാർക്കും ആർക്കും വേണ്ട. അദ്ദേഹം പരസ്യമായിട്ട് മൈക്കെടുത്ത് പ്രസംഗിക്കുകയാണ്, ഞങ്ങളെ പാർട്ടി തകർന്നു കഴിഞ്ഞാൽ BJP ആണ് വളരുക എന്ന് പറയാൻ. എങ്ങനെ അങ്ങനെ ഒരു ആശയം പറയാൻ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതാണ് നീണ്ട് പറയുന്നില്ല.
ഒരു തോൽവിയുടെ സന്ദർഭത്തെ, ഒരു ഇലക്ഷൻ തോൽവിയുടെ സന്ദർഭത്തെ എങ്ങനെയാണ് ക്രിയാത്മകമായി നേരിടേണ്ടതെന്ന് പഠിച്ചിട്ടില്ലാത്ത ഒരു കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഉണ്ടാക്കുന്ന പ്രതിസന്ധികളാണ്. ശരി, അപ്പൊ പുറത്തേക്ക് നമ്മുടെ ഏതായാലും അങ്ങനെ പഠിച്ചതായി തോന്നിക്കുന്ന പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.